ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈലേജ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. അപ്പൊ നമ്മൾ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ നറേറ്റർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദി മാൻ ഹു വാസ് വാച്ചിങ് ഹിം? എന്തുകൊണ്ടായിരുന്നു നറേറ്ററിന് ആ ഒരു സ്ട്രേഞ്ചർ അയാളെ വാച്ച് ചെയ്യുന്നതിനോട് അത്ര താല്പര്യക്കുറവുണ്ടായിരുന്നത്? എ.ജി. ക്രോണിന് ആ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരാൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അയാളോട് ഒരു താല്പര്യക്കുറവ് കാണിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. The narrator wanted to rest and he wished to avoid the boredom and annoyance of other people. മറ്റു പാസഞ്ചേഴ്സിൻ്റെ മടുപ്പിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നോട്ടങ്ങളിൽ നിന്നും തനിക്ക് കുറച്ച് സമയത്തേക്ക് ഒരു റെസ്റ്റ് വേണമെന്ന് എ.ജെ. ക്രോണിൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെ വീക്ഷിക്കുന്ന ആ ഒരു പാസഞ്ചറുടെ നോട്ടം അത്ര കാര്യമാക്കുന്നില്ല. The narrator observed the man and described him in vivid terms. How did he describe him? നറേറ്റർ ആ ഒരു മാൻ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അയാളെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അയാളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറയുന്നത്? അയാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ ഒരു രൂപഘടനയാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹി വാസ് ഇൻ ഹിസ് 40s, ഷോർട്ട്, ബിൽഡ് വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്. ഹി ഹാഡ് ബ്രൗൺ തിൻ ഹെയർ ദാറ്റ് ഹാഡ് ബിഗാൻ ടു റിസീഡ് ഫ്രം ഹിസ് ഫോർഹെഡ്. His dark suit, sober tie and rimless spectacles made him a grave and reserved person. ആൻസർ എന്ന് പറയുന്നത്, അയാൾക്ക് ഏകദേശം 40-ൻ്റെ അടുത്ത് പ്രായം കാണും. വെളുത്ത് ഉയരം കുറഞ്ഞ ഒരു നീലക്കണ്ണുകളോട് കൂടിയ ഒരാളായിരുന്നു. കഷണ്ടി കയറി തുടങ്ങിയിരുന്നു. അയാളുടെ ഒരു ഡാർക്ക് സ്യൂട്ടും അതുപോലെ തന്നെ തിളക്കമില്ലാത്തൊരു ടൈയും റിമ്മില്ലാത്തൊരു കണ്ണടയും എല്ലാം തന്നെ അയാളൊരു ഗൗരവക്കാരനും അതുപോലെ തന്നെ അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളുമാണെന്ന് കാണുമ്പോൾ തന്നെ തോന്നിക്കുന്ന രീതിയിലായിരുന്നു അയാളുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ നറേറ്റർ നോട്ടീസ് ഇസ് ഫെല്ലോ വോയേജർ ദ നെക്സ്റ്റ് ഡേ? പിറ്റേ ദിവസം ആ ഒരു സഹയാത്രികനെ നമ്മുടെ നറേറ്റർ എങ്ങനെയായിരുന്നു ശ്രദ്ധിച്ചത്? ദ നെക്സ്റ്റ് ഡേ ദ ഫെല്ലോ വോയേജർ കോൾഡ് ഹിം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദി വിസിറ്റ് ഓഫ് ദി വോയേജർ ആൻഡ് ഹിസ് വൈഫ് ടു അമേരിക്ക? എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു കപ്പൽ യാത്രക്കാരൻ്റെയും അതായത് നമ്മുടെ ആ ഒരു സഹയാത്രികൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും ആ ഒരു അമേരിക്കൻ വിസിറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു എന്നാണ് ഈ ഒരു ചോദ്യത്തിലൂടെ ചോദിക്കുന്നത്. ടു ഇൻസ്പെക്ട് മെനി ഓഫ് ദി സമ്മർ റീക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ ദർ. അവിടെയുള്ള യങ് പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സമ്മർ റീക്രിയേഷണൽ ക്യാമ്പ്സ്, ആ ഒരു ക്യാമ്പൊക്കെ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നടത്തിക്കുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു കപ്പിൾസ് അമേരിക്കൻ വിസിറ്റിംഗ് നടത്തിയിട്ടുള്ളത്. ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുക. ഐ ഫൗണ്ട് മൈസെൽഫ് ലൈക്കിംഗ് ഹിം ഇൻസ്റ്റിങ്ക്റ്റീവ്ലി. വൈ? ഞാൻ അയാളെ സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇത് ആര് പറഞ്ഞ ഡയലോഗാണ്? എ.ജെ. ക്രോണിൻ പറഞ്ഞതാണല്ലേ. എന്തുകൊണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്? The author was impressed by the young man's dedicated work for the maladjusted and the delinquent. ആ ഒരു പാസഞ്ചർ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന യുവാക്കളെയൊക്കെ സംരക്ഷിച്ചു പോരുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹം. അതുപോലെ തന്നെ കുറേ ചാരിറ്റബിൾ വർക്ക്സ് നടത്തുന്നുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന യുവാക്കളെയൊക്കെ, തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന യുവാക്കളെ കാര്യങ്ങൾ പറഞ്ഞു തിരുത്തി നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയും കൂടെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയിൽ, ഈ ഒരു ജോലിയുടെ സാറ്റിസ്ഫാക്ഷനൊക്കെ മിസ്റ്റർ ജോൺ വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളുടെ ആ ഒരു വർക്കിനോടുള്ള ഡെഡിക്കേഷന് അതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ എ.ജെ. ക്രോണിന് ഇദ്ദേഹത്തോട് ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു താല്പര്യം തോന്നുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ക്രോണിൻ ലേൺ അബൌട്ട് ദ മാൻ ആഫ്റ്റർ ക്വസ്റ്റ്യനിങ് ഹിം ഫർദർ? എ.ജെ. ക്രോണിന് എന്തൊക്കെ കാര്യങ്ങളാണ് മിസ്റ്റർ ജോണിൽ നിന്ന് മനസ്സിലാക്കിയത്? മിസ്റ്റർ ജോണിനോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചത് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ മീനിങ്. The man and his wife had been active for the past 15 years in the field of youth welfare.
He was a solicitor. He found time to act as the director of a charitable organization devoted to the care of boys and girls, mostly from city slums, who had fallen under the ban of law. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫും കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതായത് യൂത്ത് വെൽഫെയറിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹം പ്രൊഫഷൻ കൊണ്ട് ഒരു സോളിസിറ്ററാണ്. സോളിസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്കീലാണ്. പക്ഷേ അയാളുടെ ആ ഒരു കോർട്ടിലുള്ള ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ചാരിറ്റബിൾ വർക്ക്സും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചേരിയിലൊക്കെ ഉള്ള ഒറ്റപ്പെട്ടിട്ടുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നിയമത്തിൻ്റെ കുരുക്കിൽപ്പെട്ടിട്ടുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ അവരൊക്കെ സംരക്ഷിച്ചു പോരുന്ന ആ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ കൂടിയാണ് മിസ്റ്റർ ജോൺ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഹൗ ഡിഡ് ദ കപ്പിൾ ഹെൽപ്പ് ഡെർലിക്റ്റ് അഡോളസൻസ് ടു ലീഡ് നോർമൽ ലൈഫ്? എങ്ങനെയാണ് മോശപ്പെട്ട രീതിയിൽ സഞ്ചരിച്ചിരുന്ന ആ കൗമാരക്കാരായിട്ടുള്ള ആ ഒരു കുട്ടികളെ നോർമൽ ലൈഫിലേക്ക് ഈ ഒരു കപ്പിൾസ് കൊണ്ടുവന്നത്? എന്തൊക്കെ നൽകിയിട്ട്, എന്തൊക്കെ ശുശ്രൂഷണം, എന്തൊക്കെ ക്ലാസ്സുകൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ എന്താണെന്ന് നോക്കാം. They took them from the juvenile courts and placed them in a healthy environment. They were given training in a useful handicraft and they made them worthy members of the community. ആ ഒരു ജുവനൈൽ ഹോമിൽ നിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളെ നല്ലൊരു എൻവിറോൺമെൻറ്റിലേക്ക് മാറ്റിയിട്ട് അവർക്ക് വേണ്ട കൈത്തൊഴിലുകളിലൊക്കെയുള്ള പരിശീലനമൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ പിന്നീട് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി പുതിയൊരു സൊസൈറ്റിയിലേക്ക് വരുമ്പോഴേക്കും നല്ല വ്യക്തിത്വങ്ങളുടെയും നല്ല മനസ്സിൻ്റെയൊക്കെ ഉടമകളായിട്ട് പുതിയൊരു സൊസൈറ്റിയിലേക്ക് കടന്നു വരുമ്പോഴേക്കും അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള കൈത്തൊഴിലുകളൊക്കെ അവിടെ നിന്ന് തന്നെ പരിശീലിപ്പിച്ചിരുന്നു. ആ ഒരു ജുവനൈൽ ഹോമിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അതുപോലെ തന്നെ അവരുടെ മാനസികമായിട്ടുള്ള ആ സമ്മർദ്ദത്തിൽ നിന്നും ആ ഒരു പിടിമുറുക്കത്തിൽ നിന്നൊക്കെ അവരെ മാറ്റിയെടുത്ത് നല്ല നേർവഴിക്ക് നയിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ ദമ്പതികൾ അവിടെ ചെയ്തിരുന്ന ആ ഒരു ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. വാട്ട് ഡിഡ് ക്രോൺ മീൻ ബൈ ദ എക്സ്പ്രഷൻ ദ വീൽസ് പാർട്ടഡ്? ദ വീൽസ് പാർട്ടഡ് എന്ന ആ ഒരു വേർഡിനെ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രയോഗത്തിനെ കൊണ്ട് എന്താണ് ഇവിടെ എ.ജെ. ക്രോണിൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്രോണിൻ മീൻ ദാറ്റ് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ മാൻ വാസ് റിവീൽഡ്. ഇതാണ് ആൻസർ. അതായത് എ.ജെ. ക്രോണിൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു പാസഞ്ചറുടെ ഐഡൻറ്റിറ്റി വെളിപ്പെട്ട ആ ഒരു സംഭവമാണ് ഇവിടെ എ.ജെ. ക്രോണിന് ദ വീൽസ് പാർട്ടഡ് എന്ന ആ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഐ വാസ് അവൈക്കൻഡ് ബൈ എ ലൗഡ് ബാങ്ങിങ് ഓൺ ദ ഡോർ. Who was banging on the door? Why? ഇവിടെ നമ്മുടെ ടെസ്റ്റിലെ ഒരു ലൈനാണ് കോട്ട് ചെയ്തത്. ഞാൻ ഉറക്കത്തിൽ നിന്നുണരുന്നത് എൻ്റെ റൂമിൻ്റെ കതകിൽ ആരോ ഒന്ന് മുട്ടുന്ന സൗണ്ട് കേട്ടിട്ടായിരുന്നു. ആരായിരുന്നു ആ ഒരു റൂമിൻ്റെ കതക് മുട്ടിയത്? അതുപോലെ തന്നെ എന്തിനായിരുന്നു മുട്ടിയത്? അവിടെയുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആ ഒരു ചാപ്റ്റർ എടുത്ത സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ആരായിരുന്നു ആ ഒരു ഡോറ് മുട്ടിയത്? ദ സർജൻറ്റ് ഓഫ് പോലീസ്, ആ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു എ.ജെ. ക്രോണിൻ്റെ ആ റൂമിൻ്റെ ഡോറ് മുട്ടിയത്. എന്തിനായിരുന്നു മുട്ടിയത്? എ.ജെ. ക്രോണിൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ടെന്നും അവിടേക്ക് എ.ജെ. ക്രോണിനെ, അദ്ദേഹം ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, അപ്പോൾ അദ്ദേഹത്തിനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും വേണ്ടിയിട്ടായിരുന്നു ആ ഒരു പോലീസ് കോൺസ്റ്റബിൾ അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ ഡോറ് നോക്ക് ചെയ്തത്. 11ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡിഡ് ദ ഡോക്ടർ ഡു ടു സേവ് ദ ലൈഫ് ഓഫ് ദി യങ് മാൻ? നമ്മുടെ ഡോക്ടർ ആ ഒരു യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ആൻസർ എന്താണ്? ദ ഡോക്ടർ കണ്ടിന്യൂസ്ലി വർക്ക് ഫോർ 1.5 hours. അറ്റ് ഫസ്റ്റ് ഇറ്റ് സീംഡ് എ ഹോപ്പ്ലെസ് ആക്ഷൻ. ഫൈനലി ത്രൂ റീഡബിൾഡ് എഫേർട്ട് ദ ഡോക്ടർ ലവ് ടു ബ്രിങ് ദ യൂത്ത് ബാക്ക് ടു ദ ലൈഫ്. ഡോക്ടറും അതുപോലെ തന്നെ ആ ഒരു പോലീസ് സർജൻറ്റും കൂടെ ഏകദേശം 1.5 മണിക്കൂറോളം ആ ഒരു യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അവർ വിചാരിച്ച ആ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമൊന്നും ആ ഒരു യുവാവിലുണ്ടായില്ല. അവർ നടത്തിയിട്ടുള്ള ആ ഒരു എഫേർട്ടിന് അതിന് പ്രതിഫലമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ യുവാവിൻ്റെ കണ്ടീഷനിൽ വന്നില്ല. പിന്നീട് കുറേ നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലെയും അതുപോലെ ഒരു ഞെരുക്കത്തോടു കൂടിയുള്ള ശ്വാസം എടുക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ ആ ഒരു യുവാവിൽ കാണപ്പെട്ടു. അങ്ങനെ വീണ്ടും അവരൊരു 1/2 hour കൂടെ ആ യുവാവിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് അയാളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ. Utterly friendless, he had fallen victim to Telugu society of the streets. What does the author mean by this statement?
ഡോക്ടർ രക്ഷിക്കാൻ പോയിട്ടുള്ള ആ ഒരു യുവാവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. ആ ഒരു യുവാവിന് ആദ്യമൊന്നും അധികം ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്രമേണ അയാൾ അധോലോകത്തിൻ്റെ ഇരയായി മാറുന്നുണ്ട്. അതായത് മോശമായിട്ടുള്ള രീതിയിലൂടെ അയാൾ സഞ്ചരിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു പ്രസ്താവനയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ മീനിങ്. The young man was an orphan. He had no friends. He had made companions with bad people and thereby ruined his life. The young man was an orphan. അതായത് ആ ഒരു യങ് മാന് ഒരു ഓഫൻ ആയിരുന്നു. ഓഫൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാളൊരു അനാഥനായിരുന്നു. അയാൾക്ക് അധികം ഫ്രണ്ട്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. അയാളെ നല്ല രീതിയിലേക്ക് നയിക്കാനും അതുപോലെ തന്നെ മോശപ്പെട്ട രീതിയിലേക്ക് പോകരുത് എന്ന് പറയാനും അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാൻ ഒരു ഫ്രണ്ട്സോ മറ്റു റിലേറ്റീവ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ടിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ടുകളായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആകെയുള്ള സമ്പാദ്യം. ആ ഒരു കൂട്ടുകെട്ടിലൂടെ അദ്ദേഹം മോശപ്പെട്ട രീതിയിൽ അയാളുടെ ലൈഫിൽ തന്നെ മോശപ്പെട്ട രീതിയിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ യങ് മാൻ ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്? ആ ഒരു യങ് മാൻ എന്തിനായിരുന്നു സൂയിസൈഡിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്? The young man had taken a sum of money from the office for a final gamble, but he was caught. എന്തിനായിരുന്നു ആ ഒരു യുവാവ് സൂയിസൈഡിന് വേണ്ടി ശ്രമിച്ചത്? അയാൾക്ക് കിട്ടുന്ന ആ ഒരു വരുമാനത്തിൽ കൂടുതലായിരുന്നു അയാളുടെ ആർഭാടപരമായിട്ടുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യമൊക്കെ അയാൾ വിറ്റ് തുലച്ചു. അങ്ങനെ ചൂതാട്ടം കളിച്ച് അയാളുള്ള കാശ് മുഴുവൻ കളഞ്ഞു കുടിച്ചു. അങ്ങനെ അയാൾക്ക് ഒരുപാട് കടങ്ങൾ പെരുകി കഴിഞ്ഞപ്പോൾ അയാളുടെ ഓഫീസിൽ നിന്ന് കുറച്ച് പണം എടുത്തിട്ട് വീണ്ടും ചൂതാട്ടം കളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ആ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റിൽ ആ ഒരു കാശ് കൊടുത്ത് ചൂതാട്ടം കളിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു കടങ്ങൾ വീട്ടാനുള്ള പണമൊക്കെ കിട്ടുന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരുന്നു അയാളത് ഓഫീസിൽ നിന്ന് മോഷ്ടിച്ചത്. പക്ഷേ അയാൾ വിചാരിച്ച പോലെ ആയില്ല. ആ ഒരു ചൂതാട്ടത്തിൽ അയാൾ പരാജയപ്പെടുകയും അയാൾ കയ്യിലുള്ള ആ ഒരു പണവും കൂടി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇനി തിരിച്ച് ആ ഒരു ഓഫീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുള്ള ആ ഒരു തുക അവിടെ തിരികെ കൊണ്ടുവയ്ക്കണം. അതിന് അയാളുടെ കയ്യിൽ ആ ഒരു പണം ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് താൻ ചെയ്തത് എത്രയോ വലിയ തെറ്റാണ് എന്ന ആ ഒരു കാര്യം കൂടി അയാൾക്ക് ബോധ്യമാവുന്നത്. അപ്പോൾ ഇനി എന്തായാലും തനിക്കത് തിരിച്ചു വെക്കാനും കഴിയില്ല, തനിക്ക് ഈ ഒരു സമൂഹത്തിൽ നിൽക്കാനും കഴിയില്ല. താനൊരു കള്ളനായിട്ട് തന്നെ ഈ ഒരു സമൂഹം തന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ എന്നുള്ള ആ ഒരു എല്ലാം കൊണ്ടുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദം മൂലമാണ് അയാൾ ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി നോക്കുന്നത്. വൈ ഡസ് ദ ഓഥർ സേ ദാറ്റ് ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹി ഹാഡ് എവർ മെയ്ഡ്? അദ്ദേഹം ഇന്നേവരെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ വെച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? എന്താണ് ആൻസർ? ദ ഓഥേഴ്സ് ടൈംലി ആക്ഷൻ ഹെൽപ്ഡ് എ മാൻ ടു ചേഞ്ച് ഫ്രം എ വൈഷ്യസ് ലൈഫ് ടു എ വെർച്വസ് ലൈഫ്. അതായത് താൻ നടത്തിയിട്ടുള്ള ആ ഒരു സഹായം ഒരു വ്യക്തിയെ വൈഷ്യസ് ലൈഫ് പറഞ്ഞാൽ മോശപ്പെട്ട രീതിയിലുള്ള ആ ഒരു ജീവിത മാർഗത്തിൽ നിന്നും നല്ലൊരു മാർഗത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. അതായത് 7 pounds and 10 shillings AJ ക്രോണിന് ആ ഒരു യുവാവിന് കൊടുക്കുന്നുണ്ട്. ആ ഒരു യുവാവ് ആ ഒരു പണം കൊണ്ട് തന്നെ അയാൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു മാർഗത്തിലേക്ക്, മോശപ്പെട്ട രീതിയിൽ നിന്ന് ആ ഒരു യുവാവ് നല്ല രീതിയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ലാഭം മാത്രം പ്രതീക്ഷിച്ചു പോരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ആ ഒരു യുവാവിനെ സഹായിക്കാൻ വേണ്ടി കൊടുത്ത ആ ഒരു പണം അത് പിന്നീട് തിരിച്ച് ആ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് അയാൾക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് കിട്ടുന്നത്? സമൂഹത്തിലുള്ള യുവാക്കളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല വ്യക്തിയുടെ ഉടമയായിട്ട്, നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിട്ട് ആ ഒരു യുവാവ് മാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് സഹായം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് ആ ഒരു യുവാവ് മാറി. അപ്പോൾ താൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ മികച്ചതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ആ ഒരു 7 pounds and 10 shillings എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് എസ്സേ ആണ്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ആ ഒരു ടൈറ്റിൽ ആ ഒരു ചാപ്റ്ററിന് സ്യൂട്ടാണോ, അല്ലെങ്കിൽ എത്രത്തോളം അത് ആപ്റ്റാണ്, ആ ഒരു ടൈറ്റിലിനെ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു എസ്സേയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. The title, The Best Investment I Ever Made, is an apt title to the story. The word investment gives different ideas to different people. To an athlete or an artist, the investment he or she can make is the time he or she can take for practice. To a majority, the word investment is generally associated with money. People invest money or capital in order to gain profitable returns as interest or income.
ഈ ഒരു സ്റ്റോറിയുടെ ടൈറ്റിലായിട്ടുള്ള ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ഈ ഒരു ടൈറ്റിൽ ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഒരു ടൈറ്റിലാണെന്നാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്. ദ വേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗിവ്സ് ഡിഫറെൻറ്റ് ഐഡിയാസ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ആ ഒരു വേർഡ് ഓരോ ആളുകളിലും വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകളാണ് തരുന്നത്. ഇപ്പോൾ ഒരു അത്ലറ്റിനെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ആ ഒരു ടൈമാണ്, അവർക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു ടൈമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന വേർഡ് പണവുമായിട്ട് മണിയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിക്ഷേപണമാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പണം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുത്ത പണത്തേക്കാൾ കൂടുതലായിട്ട് നമുക്കതിൽ എന്തെങ്കിലും ഒരു ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു നിക്ഷേപണത്തെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് നോക്കാം. ബട്ട് ഇൻ ദി സ്റ്റോറി ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, ദ നാരേറ്റേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ തിങ് that shapes a new man who sees the world with different positive and confident view. John in the story was an orphan and a poor boy who stole some money from the office he was working in. He was scared and attempted to commit suicide, and Cronin was the doctor who healed him and gave him some money to replace the amount that he had stolen from the office. നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലേക്ക് വരുമ്പോൾ കാണുന്നത്. നമ്മുടെ നറേറ്റർ നടത്തിയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് പുതിയൊരു വഴിത്തിരിവും പുതിയൊരു വെളിച്ചവും പകർന്ന് അയാളെ നേരായ മാർഗത്തിലേക്ക് എത്തിച്ച് ഒരു സൂയിസൈഡിൻ്റെ വക്കിൽ നിന്ന് രക്ഷിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് അയാൾക്ക് ഒരു വഴികാട്ടിയായി മാറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ നറേറ്റർ ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും തികച്ചും ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വ്യത്യസ്തമായിരുന്നു. ജോൺ എന്ന ആ ഒരു ക്യാരക്ടറിന് ആ ഒരു ഓഫനായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതായത് പാരൻസൊക്കെ നഷ്ടപ്പെട്ടിട്ട് സ്വന്തമായിട്ട് ഒരു ജോലി ഉണ്ടെങ്കിലും ജോലിയിൽ കൂടുതൽ കവിഞ്ഞ ആർഭാടപരമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ അയാളെ മോശപ്പെട്ട ഒരു രീതിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ കയ്യിലുള്ള പണമൊക്കെ അയാൾ മോശപ്പെട്ട രീതിയിൽ, അതായത് ചൂതാട്ടം പോലുള്ള അങ്ങനത്തെ കളികളിലൊക്കെ കളിച്ച് ആ പണം കളയുന്നുണ്ട്. അങ്ങനെ അവസാനം കയ്യിൽ പണം ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ താൻ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ഓഫീസിൽ നിന്ന് പണം മോഷ്ടിക്കുന്നുണ്ട്. 7 pounds and 10 shillings അത്രയും കാശ് അയാൾ ആ ഒരു ഓഫീസിൽ നിന്ന് മോഷ്ടിക്കുന്നുണ്ട്. ആ ഒരു പണം തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അയാൾ സൂയിസൈഡിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ഒരു അവസാന നിമിഷം അയാളെ രക്ഷിച്ച് കൂടെ നിർത്തിയത് നമ്മുടെ ഡോക്ടറായിട്ടുള്ള A.J. Cronin ആയിരുന്നു. അങ്ങനെ അയാൾ നടത്തിയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതുവരെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ആഫ്റ്റർ ദ ഇൻസിഡൻറ്റ് ജോൺ ഗ്രൂ അപ്പ് ആൻഡ് സാക്രിഫൈസ്ഡ് ഹിസ് ബിലോങ്ങിങ്സ് ഫോർ ഹെൽപ്പിംഗ് ഓർഫൻ കിഡ്സ്. ജോൺ became a man who loved charity with a small amount of money that Cronin spent. What we can say is the best investment is the people, and the gain of that investment is priceless. കുറേ വർഷങ്ങൾക്ക് ശേഷം ജോൺ എന്ന ആ ഒരു വ്യക്തി ഇന്ന് ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് സമൂഹത്തിൽ ഒറ്റപ്പെട്ടിട്ടുള്ള ഓർഫനായിട്ടുള്ള കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്ത് എങ്ങനെയായിരുന്നു അദ്ദേഹം അവരെ സംരക്ഷിച്ചത്? ജുവനൈൽ ഹോമിൽ നിന്നൊക്കെ കിട്ടുന്ന കുട്ടികളെ അവരെ മോശമായിട്ടുള്ള രീതികളിലൊക്കെ സഞ്ചരിച്ച് അവരെ ജുവനൈൽ ഹോമിലാക്കിയിട്ടുള്ള അത്തരത്തിലുള്ള കുട്ടികളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് അവർക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ടൊക്കെ കൊടുത്ത് പുതിയൊരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റുകയായിരുന്നു ജോണും അദ്ദേഹത്തിൻ്റെ വൈഫും ചെയ്തിരുന്നത്. നമ്മുടെ ഡോക്ടർ കൊടുത്തിട്ടുള്ള ആ ഒരു സഹായത്തിലായിരുന്നു ജോണിൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത്. അതുപോലുള്ള സഹായമാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ചാരിറ്റി പോലെ മറ്റു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് A.J. Cronin പറയുന്നത് ഇന്നേ വരെ ചെയ്തിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും കൂടുതൽ മികച്ചതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് താൻ അന്ന് ചെയ്ത ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും അദ്ദേഹം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് അതിൽ നിന്നൊരു ലാഭം കിട്ടുമെന്ന ആ ഒരു പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ചെയ്യുന്നത്. എന്നാൽ ആ ഒരു വ്യക്തിയെ, ജോൺ എന്ന ആ ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു 7 pounds and 10 shillings അത്രയും കാശ് അത് തിരിച്ച് കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ലാഭം കിട്ടുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല അദ്ദേഹം കൊടുത്തത്. പക്ഷേ അതിൽ ഇന്നേ വരെ കിട്ടിയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടിയ രീതിയിലായിരുന്നു ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. താൻ ഒരാളെ സഹായിച്ചിട്ടുള്ള എങ്കിൽ കൂടിയും ആ ഒരു വ്യക്തി ഒരു കൂട്ടം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സന്മനസ് കാട്ടി ഇന്ന് അതുപോലുള്ള ഒരു വർക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്കാലത്തും മികച്ചതായിരിക്കും. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന ആ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളായിരുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കരുതുന്നു. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിപ്ലൈ തരും. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മൈ ലഞ്ച് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.